കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവരോട് പറയുക. ഒന്നുകൂടി പറയാം. കിണ്ടി, ചന്ദനം, പൂവ്, എള്ള്, ചോറ്, പഴം, കൂർച്ചം, പവിത്രം, കുറുമ്പുല്ല്. ദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഗമനനയനം യോഗിർവൃദ്ധ്യാന ഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. പറയുക. ഓം ഗംഗേ നമ. ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു. ആകാശഗംഗയെ കൊണ്ടും സപ്തതീർത്ഥം കൊണ്ടും മാനസ സങ്കല്പ പിതൃതീർത്ഥം സമർപ്പയാമി. എന്നിട്ട് കിണ്ടിയിൽ നിന്ന് 3 പ്രാവശ്യം ജലമെടുത്ത് കിണ്ടിയിലേക്ക് തിരിച്ചു ഒഴിക്കുക. ഇനി കുറച്ച് തീർത്ഥമെടുത്ത് വലിയ ഇലയിൽ തളിച്ച് മോതിര വിരൽ കൊണ്ട് ചന്ദനമെടുത്ത് ഇലയിൽ ഓം എന്ന് മെഴുകി എഴുതുക. മാതൃഭൃത പരമ്പരയിൽപ്പെട്ട ജ്ഞാത അജ്ഞാത അഗ്നിശോഷാദി സർവപിതൃക്കൾക്കും ഈ ശുഭദിനത്തിൽ ശ്രാദ്ധമൂട്ടി 3 തവണ മുഖം മുഴിഞ്ഞ് കൊണ്ട് പറയുക. നിരത്തി വെച്ചിരിക്കുന്ന ദർഭയുടെ മധ്യഭാഗത്ത് ഓം ശ്രാദ്ധപിണ്ഡം. ഇനി പിണ്ഡത്തിന്റെ മുകളിൽ എള്ളെടുത്ത് ഓം തിലാഭിഷേകം സമർപ്പയാമി. അടുത്ത് ചന്ദനമെടുത്ത് കളഭാഭിഷേകം സമർപ്പയാമി. അടുത്ത് പുഷ്പമെടുത്ത് പുഷ്പാഭിഷേകം സമർപ്പയാമി. അടുത്ത് കുറച്ച് തീർത്ഥമെടുത്ത് ഗംഗാതീർത്ഥം സമർപ്പയാമി. പാത്രത്തിൽ നിന്നും ഒരു നൂലെടുത്ത് തീർത്ഥം തളിച്ച് പീഠത്തിന്റെ കുറുകെ വയ്ക്കുക. പീഠത്തിന്റെ കുറുകെ വച്ചു പറയുക. ഓം ഓം പട്ടുട വസ്ത്രാലങ്കാരവിധം സമർപ്പയാമി. പിതൃപിതാമഹ ജ്ഞാത അജ്ഞാത അഗ്നിശ്രോതാദി സകല പിതൃക്കൾക്കും ശ്രാദ്ധത്തോടൊപ്പം 1, 2, 3 പറഞ്ഞ് പിണ്ഡത്തിന് ചുറ്റും 3 പ്രാവശ്യം തൂകുക. ഇലയിൽ നിന്നും ഒരു ചോറെടുത്ത് പ്രാണാഭക്ഷണം സമർപ്പയാമി എന്ന് പറഞ്ഞ് മണപ്പിച്ച് പിന്നിലേക്ക് കളയുക. ഇനി ഇലയിൽ ബാക്കി വച്ചിട്ടുള്ള എള്ള്, ചന്ദനം, പൂവ് എന്നിവ മുഴുവൻ എടുത്ത് തീർത്ഥവും തളിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുക. മനസാ വാചാ കർമ്മണ അറിഞ്ഞോ അറിയാതെയോ ശ്രാദ്ധകർമ്മങ്ങളിൽ കുറവോ കുറ്റമോ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് പറയുക. യഹി യഹി മാമ പ്രതിർ ശമസ്വ ശമസ്വ നാരായണ പദേ ഉദ്വാസയാമി എന്ന് പറഞ്ഞ് പിണ്ഡത്തിന് മുകളിൽ വയ്ക്കുക. ഇനി എഴുന്നേറ്റ് നിന്ന് കിണ്ടിയിൽ പിടിച്ച് നമസ്കരിക്കാം. ഓം നമോ നാരായണായ നമ എന്ന് പറഞ്ഞ് നമസ്കരിക്കുക. എഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കിണ്ടിയിൽ തൊട്ട് തൊഴുതാലും മതി.
തൊഴുതെങ്കിൽ ഇരിക്കാം. ഇനി ഇലയിൽ ഇരിക്കുന്ന കൂർച്ചം കെട്ടഴിച്ച് അവിടെ തന്നെ വയ്ക്കുക. പവിത്രമൂരി ഇലയുടെ മുകളിൽ വെച്ച് എല്ലാം ചേർത്തെടുത്ത് തലയിൽ വെച്ച് ഒഴുക്കാവുന്നതാണ്. നടത്തുന്നത്. നടത്തി വരികയാണ്. റെസിപ്റ്റ് എടുത്തവർ തിലഹോമത്തിൽ പങ്കെടുക്കണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അവസാനം ഈ വീട് അറിയാമോ? അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? ഇല്ല